വെൽക്കം ബാക്ക്. നമ്മൾ 20ാമത് നോമ്പ് തുറക്കാൻ പോകുന്നത് ഖത്തർ KMCC നടത്തുന്ന ഗ്രാൻഡ് ഇഫ്താർ നടന്നത് അൽ അറബി സ്റ്റേഡിയത്തിലാണ്. കുറച്ചു നേരം പറ്റിയിട്ടായിരുന്നു നമ്മൾ അകത്തെത്തിയപ്പോൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്തേക്കുള്ള ഓട്ടായിരുന്നു. അകത്തെത്തിയപ്പോൾ നമ്മൾ നെട്ടിപ്പോയി. ഏകദേശം 2000 അപ്പുറത്തെ ആൾക്കാരുള്ള നോമ്പ് തുറക്കാൻ ഇത് റൊട്ടാന്റെ ഗ്രാൻഡ് ബോക്സ് ആയിരുന്നു. നോമ്പ് പറഞ്ഞതിന് ശേഷം നമ്മൾ അകത്തുനിന്ന് നിസ്കാരം ഉണ്ടായിരുന്നത്. നിസ്കരിച്ച് വന്നപ്പോൾ ഫുഡിന്റെ സെക്ഷനായി ഫുഡിന്റെ ബോക്സ് വളണ്ടിയേഴ്സ് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്കും കിട്ടിയ റൊട്ടാന്റെ അടിപൊളിയായിട്ടുള്ള ബോക്സ്. വണ്ടിയൊക്കെ റോങ് പാർക്ക് ചെയ്ത കാരണം നമ്മൾ പെട്ടെന്ന് അവിടെ ഇറങ്ങി താഴ്ന്ന് നേരെ ടീ ഷോപ്പിന്റെ ഒരു ചായം കുടിച്ച് നേരെ വണ്ടിയിൽ എത്തിയ ശേഷം ഫുഡ് ചിക്കൻ ബാർബിക്കും മന്തി റൈസ് ഒക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ നേരെ പോയത് അൽസദ് സ്റ്റേഡിയത്തിലേക്കായിരുന്നു. അൽസദ് സ്റ്റേഡിയത്തിൽ ഖത്തർ വേഴ്സസ് കൊറിയ മത്സരമായിരുന്നു. ടിക്കറ്റും വാങ്ങി നേരെ അകത്തേക്ക് കയറി. നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റേഡിയത്തിന്റെ അകത്ത് കയറിയപ്പോൾ സീറ്റിലൊക്കെ ഫുള്ള് ഖത്തറിന്റെ ഷോൾ ഉണ്ടായിരുന്നു. പുറത്താണെങ്കിൽ ജേഴ്സി ഒക്കെ കൊടുത്തിരുന്ന ഷോൾ ഇട്ട് നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കളി സ്റ്റാർട്ട് ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അക്രം അഫീഫിന്റെ അടിപൊളിയായിട്ടുള്ള ഗോൾ വന്ന് പിന്നീട് രണ്ടാമത് ഒരു ഗോൾ അടിച്ച് പിന്നീട് സെൽഫ് ആയിട്ടുള്ള ഒരു ഗോൾ വീണ്ടും വന്നു. അതായത് ഫസ്റ്റ് ഹാഫ് ഖത്തറിന്റെ ആധിപത്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും ഗോൾ. ഒരു ആശ്വാസ ഗോൾ കൂടി കൊറിയ വിട്ടതോടുകൂടി 5-1 സ്കോറിൽ നിന്നുള്ള കളി അവസാനിച്ചു. ഫാൻസിന്റെ കൂടെ ഖത്തർ ടീമും കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ നേരെ പുറത്തിറങ്ങുമ്പോൾ ക്യൂബാക്കിന്റെ ബ്രെഡും അതുപോലെ നല്ല ജ്യൂസും കിട്ടുക. ഇന്നത്തെ കാഴ്ചകൾ ഈ രീതിയിൽ. ബാക്കി നാളെ ബൈ.